വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതാണ്. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് ഉലുവയില തോരനാണ്. അത് ചെറുതായി അരിഞ്ഞിട്ട് അതിൽ ഉപ്പും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് തിരുമ്മി വെച്ചിട്ട് വെള്ളം ഊറാൻ വെക്കണം. നന്നായി വെള്ളം ഊറിയതിന് ശേഷം വേണം നമുക്കിത് തോരൻ വെക്കാൻ. ഇനി ഈ തോരനിലേക്ക് വേണ്ടത് 2 ചെറിയ സവാള, 2 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, 4 പച്ചമുളക്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചമുളകാണെങ്കിൽ 1-2 എടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ അരമുറി തേങ്ങ, 2 തണ്ട് കറിവേപ്പിലയും കേട്ടോ. ഇത്രയാണ് തോരൻ വെക്കാനാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമ്മളൊരു പാൻ വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് പച്ചമുളക് ഇടുക. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ പച്ചമുളകാട്ടാ. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴേക്കും വലിയൊരു പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് എരിവ് ചേർക്കാം. പിന്നെ 2 ചെറിയ ഉള്ളിയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അത് നീളത്തിലരിഞ്ഞത്. അതിൻ്റെ ഒപ്പം തന്നെ വെളുത്തുള്ളിയും 2 എണ്ണം എടുത്തിട്ടുണ്ട്, അതും ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 അല്ലിയെ അതും നീളത്തിലരിഞ്ഞിട്ട് നന്നായി വഴച്ചെടുക്കുക. ഇത് നന്നായി മൂക്കണ വരെ വഴച്ചണം കേട്ടോ. ഈ ഉള്ളി നന്നായി വഴറ്റിയതിന് ശേഷം വേണം നമ്മൾ സവാള ആഡ് ചെയ്യാനായിട്ട്. കണ്ട ഇതേപോലെ മുരിഞ്ഞതിന് ശേഷം നമുക്ക് സവാള ഇതിലേക്ക് ഇടാം. 2 ചെറിയ സവാളയാണ് നമ്മൾ എടുത്തേക്കണം കേട്ടോ. അത് നീളത്തിൽ അരിഞ്ഞിട്ട് അത് ഒന്നും കൂടി ഒരു നടുക്ക് കൂടി ഒരു മുറിക്കലും കൂടി മുറിക്കണേ. ഞാനിപ്പോൾ നീളത്തിലാണ് അരിഞ്ഞത്. അതൊന്ന് 2 കഷ്ണമാക്കണം കേട്ടോ. ഇതിപ്പോൾ ഇത്തിരി വലുതായിപ്പോയി. ധൃതിയിലായപ്പോൾ അത് കട്ട് ചെയ്യാൻ മറന്നുപോയി. അതാ അതിലേക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓൾറെഡി ഉലുവയിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ വെള്ളൂറാൻ വെച്ചത്. അപ്പോൾ ഈ മസാലയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് ഇട്ടാൽ മതി. ഇത് പ്രത്യേകം ഓർക്കണം കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എവിടെ നിന്നാണ് ഈ ഇലയിൽ നിന്ന് വെള്ളം ഊറണേന്ന്. നമ്മൾ അത് ആദ്യമേ കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ കഴുകിയതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വെക്കണേ. അപ്പോൾ ആ ഇലയിൽ നിന്ന് വെള്ളം ഊറി ഫുള്ള് പോയതിന് ശേഷം വേണം നമ്മളിത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. ഞാനതൊന്നും കൂടി എടുത്ത് പറയണതാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സവാള നന്നായി വഴറ്റുക. എന്നിട്ട് നന്നായി വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒരു നുള്ളിട്ടാ, ഇത് 2ഉം കൂടി ഇട്ട് കൊടുത്തിട്ട് പച്ചമണം മാറണ വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരമുറി തേങ്ങ ചിരണ്ടി വെച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വച്ചിരിക്കുന്ന ഉലുവയില ഇട്ട് കൊടുക്കാം. ഉലുവയിലയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ ഡയബറ്റീസ് ഉള്ളവർക്ക് നല്ലതാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ ജലദോഷം, ചുമ, ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്. അതേപോലെ വയറിളക്കം, മുടി കൊഴിച്ചലിനൊക്കെ നല്ലതാണ്.
നമ്മൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത് ഇളക്കി കൊടുത്ത് തന്നെ അത് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റോളം വേവിച്ചെടുക്കുക, മൂടി വെച്ച് വേവിച്ചെടുക്കുക. പിന്നെ ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ ഭയങ്കര കയ്പ്പായിരിക്കും. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം അരമണിക്കൂറോളം നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കയ്പ്പ് നമുക്ക് കഴിക്കാൻ നേരത്ത് അത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അരമണിക്കൂർ വെച്ചിട്ട് വേണം അത് കഴിക്കാമെന്ന് പറയാൻ കാരണം. ഇടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കാത്ത കൊണ്ടിട്ട് നമ്മൾ ഒഴിച്ച എണ്ണയിൽ മാത്രം ഇരുന്ന് വേകണതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ച് കൊടുക്കുകയും വേണം, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ വരുന്നവരെയും ടാറ്റാ.